സാംസ്കാരിക സാഹിതി പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടക ഷോർട്ട് ഫിലിം അണിയറ പ്രവർത്തകർക്ക് സ്നേഹാദരം നൽകി. പൊന്നാനിയിലെ മോഹനേട്ടൻ സ്മാരക സൗധത്തിൽ നടന്ന ചടങ്ങ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായി. പരിപാടി KPCC സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കലയും സംസ്കാരവും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശക്തമായ മാധ്യമങ്ങളാണെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കാര സാഹിതി പൊന്നാനി നിയോജക മണ്ഡലം ചെയർമാൻ ശബരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവ് പ്രസാദ്, നിയോജക മണ്ഡലം കൺവീനർ മഹേഷ് പാക്കാട്ട്, KPCC മെമ്പർ ഷാജി കാളിയത്തൽ, പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക്, അടാട്ട് വാസുദേവൻ, MT മുഹമ്മദ് ഷെരീഫ് മാസ്റ്റർ, TK അഷ്റഫ്, രമേശ് അമ്പാരത്ത്, രഞ്ജിത്ത് പൊന്നാനി, ഇടവേള റാഫി എന്നിവർ സംസാരിച്ചു. സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന കലാസാംസ്കാരിക പരിപാടികൾ സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന വിലയിരുത്തലോടെയാണ് ചടങ്ങ് സമാപിച്ചത്. ഷഷ്ടിപൂർത്തി ഒക്കെ പിന്നിട്ടിട്ടും നിരന്തരമായിട്ട് റീലുകളും അതുപോലെ തന്നെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന അഡ്വക്കേറ്റ് ജബ്ബാറിനെ കൂടി ഇതിൽ ആദരിക്കാമായിരുന്നു എന്നൊരു ചിന്ത ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും അദ്ദേഹവും നമ്മുടെ ഇടയിൽ ഒരു കലാകാരനാണ്. അതുപോലെ ഗായകനായ JP ഉണ്ട്. അപ്പോൾ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ നാടക നടന്മാരെ പോലെ തന്നെ അവരും പിന്നെ നമ്മുടെ പാർട്ടിക്കൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. ഒരു നേതൃപരമായ പങ്കിനോടൊപ്പം തന്നെ ഒരു കലാസഭയും കൂടി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനാർഹമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ ശ്രീ രമേശ് അമ്പാരത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ സത്യജിത്ര പുരസ്കാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു ചെറിയൊരു അംഗീകാരമല്ല. ഡോക്യുഫിക്ഷനും അതുപോലെ ഡോക്യുമെന്ററി അടക്കം ഷോർട്ട് ഫിലിം അടക്കം 5 സൃഷ്ടികളാണ് ഇന്റേതായി പുറത്തു വന്നിട്ടുള്ളത്. അതിലൊന്ന് ദൈവസഹായത്താൽ നല്ലതുപോലെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾ, അതിന്റെ സ്ക്രിപ്റ്റ്, അതിന്റെ മ്യൂസിക്, അതിൽ അഭിനയിച്ച ആളുകൾ, അതിന്റെ ക്യാമറ എഡിറ്റിംഗ്, അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് വന്നപ്പോഴാണ് ഒരു എന്താ പറയുക നല്ല സൃഷ്ടി ഉണ്ടാവുക. അങ്ങനെ നല്ല സൃഷ്ടി ദൈവത്തിന്റെ സഹായത്തോടു കൂടി പുറത്തു വന്നു. അതിനൊരു അവാർഡ് ലഭിച്ചു. അതിലേറെ സന്തോഷം. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.